friends, welcome to channel. 𝙑𝙞𝙙𝙬𝙬 channel स्वागതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ബ്രോഡ്ബാൻഡ് നമുക്കിപ്പോൾ ഒരു റേഞ്ച് ഇഷ്യൂ മോസ്റ്റ്ലി എല്ലാവർക്കും റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ നല്ല റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. അവൻ്റെ ഇപ്പോൾ മെയിൻ മോഡൽ ഇരിക്കുന്നത് ഇരിക്കുന്നത് മുകളിലത്തെ ഒരു ഒറ്റത്തെ റൂമിലാണ്. അപ്പോൾ ശരിക്കും ഇത് ഈ വെക്കണതൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് സംഭവം. ശരിക്കും ഇത് മിഡിലാണ് ആക്ച്വലി വെക്കുന്നത്. അപ്പോഴാണ് എല്ലായിടത്തേക്കും ഈ റൂട്ട് നമ്മുടെ റേഞ്ച് വരുള്ളൂ. അപ്പോൾ ഈ റേഞ്ച് ഇഷ്യൂ ഉള്ള സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ചീപ്പായിട്ടും പക്ഷേ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റൂട്ടറുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇതിന് മുമ്പ് ഇതിന് അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് രണ്ടെണ്ണം ഞാൻ ബോക്സ് കാണിച്ചിട്ട് രണ്ടെണ്ണം ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ടെൻഡയുടെ ഒരു മോഡലാണ്. അതെന്താ N300 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ പറഞ്ഞാൽ 𝙑𝙞𝙙𝙬 N300 എന്ന് പറഞ്ഞൊരു റൂട്ടർ മോഡലാണ്. രണ്ടും 1000 താഴെ അല്ലെങ്കിൽ 1000 ആ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു സ്പീഡ് ഇഷ്യൂ ഇല്ല. സെയിം നമുക്ക് കിട്ടുന്ന അതേ സ്പീഡ് തന്നെ നമുക്ക് താഴെ വെച്ചാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. താഴെ വീട്ടിലത്തെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വെച്ചാൽ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതായിരുന്നു. പക്ഷേ ഇതിനൊരു BSNL സംഭവം ഒന്ന് അടിച്ചു പോയി. പിന്നെ ഇപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിയത് തന്നെ സെയിം ആയിട്ട്. പിന്നെ ഇതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു റൂട്ടർ, ഒരു ബെസ്റ്റ് റൂട്ടർ, ഒരു ചിലവ് കുറഞ്ഞ റൂട്ടർ 2.5 GHz നോക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം രണ്ടെണ്ണം ഞാൻ എന്തായാലും നമുക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലൊക്കെ കാണാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. 1000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ 𝙑𝙞 ഞാൻ വാങ്ങിച്ചത് 900 സംതിങ് അത്ര വരുന്നുള്ളൂ എന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ BSNL FTTH ഉപയോഗിക്കുന്നവർക്ക് തൽക്കാലം ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരേ സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ 5.9 എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. അപ്പോൾ അത് തന്നെ 60 Mbps തന്നെ നമുക്ക് താഴെയും കിട്ടുന്നുണ്ട്, മുകളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ 100 Mbps ഉണ്ടായിരുന്നപ്പോൾ അതും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 Mbps സ്പീഡിലുള്ളവർക്കൊക്കെ നമുക്ക് 2.5 GHz ഒക്കെ ധാരാളം ഉണ്ട്. അതിൻ്റെ മുകളിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 5 GHz റൂട്ടറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. എന്ന് വെച്ചാൽ 100 Mbps ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും നമ്മുടെ ഇതിൽ. ഇവർ തന്നെ പറയുന്നത് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് 300 Mbps വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരും 5 GHz നമ്മുടെ റൂട്ടർ അതുപോലെ മോഡം തപ്പി പോകേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ താഴെ എഴുതിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണണമെന്ന് അറിയില്ല. 300 Mbps ഇത് രണ്ടും എഴുതിയിട്ടുണ്ട്. 300 Mbps സ്പീഡ് അപ് ടു 300 Mbps കണ്ടു. അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ചിട്ട് 100 Mbps പ്ലാനാണെന്ന് വെച്ചിട്ട് നിങ്ങൾ 5 GHz തപ്പി പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ കിട്ടും, നമുക്ക് സെയിം സ്പീഡ് കിട്ടും. പിന്നെ ഭയങ്കര ഈസിയാണ് നമുക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ എന്താ പറയുക സെറ്റപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റലേഷൻ വീഡിയോ അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം. അല്ലെങ്കിൽ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. റൂട്ടർ സെർച്ച് ചെയ്താൽ മതി, കിട്ടും ഇഷ്ടംപോലെ ടെൻഡയുടെയും 𝙑𝙞𝙙𝙬ൻ്റെയും. പിന്നെ ഞാനിപ്പോൾ കുറേ TP ലിങ്കും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ TP ലിങ്ക് കുറേ പേര് നോക്കിയപ്പോൾ കംപ്ലയിൻസുകളൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മാറ്റി 10 ആക്കിയത്. 10 വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 മാസമായിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലുക്കുള്ള സംഭവമാണ് �10. ഈ മോഡൽ വലിയ ലുക്ക് എന്ന് പറയാനൊന്നുമില്ല. ഒരു മാറ്റ് ബ്ലാക്ക് പോലത്തെ ഒരു ഫിനിഷ് ഉള്ളതാണ്. പിന്നെ മറ്റത് അത്യാവശ്യം നല്ല ലുക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ BSNL FTTH ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് BSNL മാത്രമല്ല ഏത് FTTH ഉള്ളവർക്കും നമുക്കൊരു നല്ലൊരു നിങ്ങളൊരു റൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താ റിപ്പീറ്ററായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റേഞ്ചിൻ്റെ പ്രശ്നം മാറ്റണം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രൊഡക്റ്റ് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ പോലെയാണ് പറയുന്നത്. വെച്ചാൽ ധൈര്യമായിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. ചീപ്പായതുകൊണ്ട് തന്നെ സ്പീഡ് ഇഷ്യൂ അതുപോലെ റേഞ്ച് ഇഷ്യൂ ഒന്നുമില്ല. മറ്റേ 10 ആണെങ്കിൽ 3 ആൻറ്റിന വരുന്ന മോഡലാണ്. അപ്പോൾ അതിനാണ് കുറച്ചും കൂടി റേഞ്ച് കൂടുക. 𝙑𝙞𝙙𝙬 ആണെങ്കിൽ 2 ആൻറ്റിന വരുന്നതാണ് മോഡൽ വരുന്നത്. പക്ഷേ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ താല്പര്യത്തിന് എടുക്കുകയാണെങ്കിൽ 10 എടുക്കായിരിക്കും നല്ലതെന്ന് വെച്ചാൽ കുറച്ചും കൂടി റേഞ്ച് കിട്ടും. പിന്നെ അത്യാവശ്യം കാണാനും ലുക്കും ഒക്കെ ഉണ്ട്. പിന്നെ രണ്ടും ഏറ്റവും ചീപ്പ് നമ്മുടെ 𝙑𝙞𝙙𝙬ആണ്. എന്തായാലും 1000 താഴെ ആയിരിക്കും. മറ്റേതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ 1999 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് റേറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തായാലും ഒരു 1000, 1100 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. ഏറ്റവും ചീപ്പ് സാധനമാണ്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി രണ്ട് റൂട്ടറുകളാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി ഏതായാലും നോക്കി എടുക്കാൻ വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലാൻഡ് കേബിൾ കിട്ടുന്നതാണ്. പിന്നെ അഡാപ്റ്ററും കിട്ടും. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിങ്കിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയാൽ ഇതിനും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ റൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ 2 ബ്രാൻഡ് നോക്കാവുന്നതാണ്, ധൈര്യമായിട്ട് നോക്കാവുന്നതാണ്. ഇതൊരു ഗ്യാരണ്ടി പോലെയാണ് വെച്ചാൽ യൂസ് ചെയ്തിട്ട് ഒരു ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. സ്പീഡ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. കറക്റ്റ് നമുക്ക് കിട്ടുന്ന സ്പീഡ് കിട്ടുന്നുണ്ട്. ചീപ്പായതുകൊണ്ട് തന്നെ സ്പീഡ് ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ 2000 മുകളിലോ ഒന്നും നോക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഇതന്നെ എടുത്താൽ മതി.
ചീപ്പായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ പർപ്പസിന് കറക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നമ്മുടെ എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്താ പറയുക ഒരു ഗിവ് അവേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ കൂടിയിട്ടൊന്ന് നമ്മുടെ ഫാമിലിയൊക്കെ ഒന്ന് വലുതാവട്ടെ. അപ്പോൾ ഞാൻ ഈ അടുത്ത് തന്നെ നമ്മുടെ ഒരു ഗിവ് അവേ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റേ ട്യൂൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.